അപ്പോൾ നമുക്ക് പാത്രം കഴുകുന്ന ഡിഷ് വാഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തുച്ഛമായ വിലയിൽ 5 ലിറ്റർ ഡിഷ് വാഷ് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല. കാരണം അമ്മച്ചിക്ക് അറിയില്ല. അമ്മച്ചി കുറേ മുമ്പ് പഠിച്ചത്, അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഇതിൻ്റെ പേരുകൾ കറക്റ്റ് അറിയില്ല. ആദ്യം ഇടുന്ന ഈ കാസ്റ്റിക് സോഡൻ്റെ പേര് മാത്രമേ അമ്മച്ചിക്ക് കറക്റ്റ് ഓർമ്മയുള്ളൂ. പിന്നെ നമുക്ക് മറ്റേ 1 ലിറ്റർ കുപ്പിയിലുള്ള ആ ഒരു ചാണകപ്പച്ച കളറിലുള്ള വെള്ളം, ആ വെള്ളം ഒരു കാപ്പി കളർ എന്ന് പറയാം, ആ കാപ്പി കളറുള്ള വെള്ളം. പിന്നെ ഒരു പാക്കറ്റ് അപ്പക്കാരൊക്കെ പോലെ നിൽക്കുന്നൊരു പാക്കറ്റ്, അത് വല്ല വേറെ എന്തെങ്കിലും സോഡ പൗഡറായിട്ട് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ചെറിയൊരു കുപ്പിയിൽ മണം വരാനുള്ളൊരു ചുമപ്പ് മൂടിയുള്ള ഒരു സംഭവമുണ്ട്, അതും. പിന്നെ കളറിനുള്ളൊരു പച്ച പാക്കറ്റുമാണ് ഈ കിറ്റിൽ നമുക്ക് തരിക. ഞങ്ങളിവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിവിടുന്ന് 1000 കൊല്ലി അമ്പലവില 1000 കൊല്ലി എന്നാണ് ഈ കിറ്റ് വാങ്ങുക. ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഡിഷ് വാഷിൻ്റെ കിറ്റ് എന്ന് വെച്ചാൽ ഉള്ളത് തരും. ഹാൻഡ് വാഷിൻ്റെ കിറ്റ് വെച്ചാൽ ഹാൻഡ് വാഷിൻ്റെ കിറ്റ് തരും. ഫ്ലോർ ക്ലീനറിൻ്റെ കിറ്റ് വെച്ചാൽ ഫ്ലോർ ക്ലീനറിൻ്റെ കിറ്റ് തരും. ആ കിറ്റിൽ ഈ 5 സാധനങ്ങളാണ് ഉണ്ടാക്കുക. 5 സാധനങ്ങൾ തന്നെയാണെന്ന് തോന്നി. ഈ സാധനങ്ങളെ ആണ് ഓല് നമുക്ക് തരിക. അമ്മച്ചിക്ക് ഇതിൻ്റെ പേരറിയില്ല എന്നേ ഉള്ളൂ. അമ്മച്ചിക്ക് ഇതിൻ്റെ കറക്റ്റ് സാധനങ്ങൾ, കണക്ക്, ഇളക്കുന്നത്, ഒഴിക്കുന്നത് എല്ലാം പക്കയായിട്ട് അറിയാം. അങ്ങനെ നമ്മൾ നമുക്ക് പ്രൊസീജിയറിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം കാസ്റ്റിക് സോഡ ഇട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. ആ വെള്ളം നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് അലിയുന്നവരെ അമ്മച്ചി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഇളക്കലാണ് മെയിൻ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ആ ഇളക്കൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ ആ കാസ്റ്റിക് സോഡ അലിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒഴിക്കുന്ന തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള 1 ലിറ്റർ കുപ്പിയിലുള്ള ഈ ചാണകപ്പച്ച കളറ് ഈ വെള്ളം അങ്ങനെ മെല്ലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മെല്ലെ കുറച്ച് സ്പീഡ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒറ്റ കമ്മത്തെല്ലാം ഇങ്ങനെ ഇളക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ഈ പാക്കറ്റിലുള്ള ഈ വെള്ളം, ഈ പൗഡറാണ് ഇടേണ്ടത്. പിന്നെ 5 ലിറ്റർ നമ്മൾ ആദ്യം അളന്ന് കണക്കാക്കി വെള്ളം വെക്കണം. അമ്മച്ചി മറ്റെന്താണ് നമ്മൾ തിരുമ്പുമിടുന്ന ലിക്വിഡിൻ്റെ അതിൽ ഓൾറെഡി 5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കണം. ആ 5 ലിറ്റർ വെള്ളം ഒരു 3/4 ഭാഗം വെച്ചിട്ട് പകുതി ഓൾറെഡി അവിടെ വെച്ചിക്കേ. കാരണം നമ്മൾ ഈ കുപ്പി കവർ ഇതെല്ലാം ചുഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ 5 ലിറ്ററിന് കൂടുതൽ വെള്ളം നമ്മൾ ആഡ് ചെയ്യണ്ട. അപ്പോൾ സംഭവം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകും. ഇത് അതെല്ലാം 3 സാധനങ്ങൾ നമ്മൾ ഒഴിച്ചതിന് ശേഷം ആദ്യം നമ്മൾ കാസ്റ്റിക് സോഡ ഇട്ട്, പിന്നെ നമ്മൾ 1 ലിറ്ററുള്ള കുപ്പിയിലത്തെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ആ പാക്കറ്റിലത്തെ വെള്ള പൗഡർ ഇട്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചുമപ്പ് മൂടിയിലുള്ള ഈ സാധനം ഒഴിക്കുക. ഇത് സാധനം മണത്തിനുള്ളതാണ്, നല്ല മണം കിട്ടാൻ. ആ മണം കിട്ടുന്ന സാധനം ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടാൻ പോണത് കളറാണ്. കളറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കടുംപച്ച കളറാണ്. പച്ച കളറിലുള്ള സാധനം കൂടി ഇട്ടാൽ നമ്മൾ 1/2 മണിക്കൂർ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാണ്ട് നിൽക്കാൻ പാടില്ല. കാരണം അപ്പം നമുക്ക് ലിക്വിഡിൻ്റെ കൺസിസ്റ്റൻസി കിട്ടില്ല. അതിങ്ങനെ കട്ടയായി പോകും. അപ്പം നമുക്ക് നയിച്ചത് വെറുതെ ആയി പോകും. ഇത് കിട്ടൂല, റിസൾട്ട് കിട്ടൂല, നല്ല വൃത്തിയുള്ള സാധനം കിട്ടൂല. അപ്പോൾ നമ്മളിത് 1/2 മണിക്കൂർ ഇളക്കിക്കൊണ്ട് നിൽക്കണം. 1/2 മണിക്കൂർ ഇളക്കാറിന് 1/2 മണിക്കൂർ ഇളക്കുക തന്നെ വേണം. ഓക്കെ, എൻ്റെ അമ്മച്ചി 1/2 മണിക്കൂർ ഇളക്കിയിരിക്കുന്നത് ഇരുന്നിട്ട്. 2 കുടുംബശ്രീയിലുള്ള ആൾക്കാരൊക്കെ ഇത് ചിലപ്പോൾ പഠിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഈ കിറ്റ് കിട്ടുന്ന സ്ഥാപനം 1000 കൊല്ലി അമ്പലവയലാണ്. ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. വേറെ എവിടെ എന്താ സ്ഥിതി എന്നറിയില്ല. എന്തായാലും ഇത് ഭയങ്കര ലാഭമുള്ള പരിപാടി.